യേശുവിനോടുകൂടി ഉപവാസ സന്തോഷത്തിൽ പങ്കുചേരുന്ന ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 14 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. യോഹന്നാന്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഞങ്ങളും ഫരിസേയരും ഉപവസിക്കുകയും നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? അവൻ അവരോട് പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴർക്ക് ദുഃഖമാചരിക്കുവാൻ ആകുമോ? മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും, അപ്പോൾ അവർ ഉപവസിക്കും. 3 തലങ്ങളിൽ ഈ ധ്യാനത്തെ നമുക്ക് ക്രമപ്പെടുത്താം. 1. ആചാരങ്ങൾക്കപ്പുറത്തേക്കുള്ള യാത്ര. എൻ്റെ ഉപവാസം ഒരാചാര അനുഷ്ഠാനമാണോ, അതോ ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും ദൈവസ്നേഹത്തിൽ നിറയുവാൻ വേണ്ടിയുള്ളതാണോ? ഉപവാസമെന്ന ആചാരനിഷ്ഠയെ ഒന്നായാൽ അല്ലാതെ മതിയാകാത്ത മണവറ സന്തോഷ താൽപ്പര്യം പോലെ ആളിക്കത്തേണ്ട ഒരു ദൈവബന്ധ അനുഭവമാണ്. അതിനാൽ തന്നെ കർത്താവ് ഉപവാസമെന്നതിന് നൽകുന്ന പുതിയ കൽപ്പനയാണിത്. മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴർ ദുഃഖം ആചരിക്കുമോ? 2. ദുഃഖങ്ങൾക്കപ്പുറത്തേക്കുള്ള പ്രയാണം. ഉപവാസത്തിന് ഒരു ലക്ഷ്യം വയ്ക്കേണ്ടതുണ്ട്. ഉപവാസമെന്നത് പ്രക്ഷുബ്ധമായ കടലിനക്കരെ എനിക്ക് എത്തിച്ചേരേണ്ടതുണ്ട് എന്ന ഉറച്ച ബോധ്യമാണ്. വള്ളത്തിൽ പോകാൻ പറ്റാത്ത ഈ കടൽ യാത്രയ്ക്ക് ഞാൻ ഒരുക്കുന്ന തോണിയുടെ പേരാണ് ഉപവാസം. ഉപവാസത്തിലൂടെ എനിക്കുണ്ടാകുന്ന വിശപ്പിൻ്റെ അപ്പുറത്ത് എനിക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്ന ഒരു സംതൃപ്തിയുടെ നിറവായ മണവറ സന്തോഷം നാം കാംക്ഷിക്കേണ്ടതുണ്ട്. ഉപവാസം നമ്മെ വിനയാന്വിതരും നിസ്വാർത്ഥരും മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ ശ്രദ്ധയുള്ളവരും ആക്കി തീർക്കും. 3. ഉപവാസം പ്രാർത്ഥനയും ക്രിസ്തുവിനായുള്ള ആഗ്രഹവുമാണ്. പ്രാർത്ഥന കൂടാതെയുള്ള ഉപവാസം വെറും വിശപ്പ് മാത്രമാണ്. പ്രാർത്ഥനയോടൊപ്പം ഉള്ള ഉപവാസം ആത്മീയ ഭോജ്യത്തിൻ്റെ സംതൃപ്തിയാണ്. മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിൽ പറയും, ദുരാത്മാവ് ബാധിച്ചവനെ സൗഖ്യപ്പെടുത്താൻ ശിഷ്യന്മാർക്ക് കഴിയാതെ പോയത് കർത്താവിനോട് അവർ ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, ഇത്തരം ജാതികൾ പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ പുറത്തു പോവുകയില്ല എന്ന്. ഉപവാസം എന്നത് ക്രിസ്തുവിന് വേണ്ടിയുള്ള ആഗ്രഹമാണ്. മണവാളനും മണവാട്ടിയും അകലെയായിരിക്കുമ്പോൾ വീണ്ടും ഒന്നാകുവാനുള്ള അടങ്ങാത്ത അഭിനിവേശമാണത്. അകലെ ആയിരിക്കുന്ന നാം ദൈവത്തിൻ്റെ അരികെ വരുവാൻ ഞാൻ നൽകുന്ന വിലയാണ് ഉപവാസം എന്ന പ്രവൃത്തി. യോഹന്നാൻ്റെ ശിഷ്യന്മാരും ഫരിസേയരുടെ ശിഷ്യന്മാരും ഉപവസിക്കുന്നത് പോലെ അല്ല യേശുവിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കേണ്ടത് എന്ന യാഥാർത്ഥ്യം കർത്താവ് പറയുന്നു. അവരുടെ ഉപവാസം ക്രിസ്തു സാന്നിധ്യത്തിൻ്റെ മണവറ അനുഭവത്തിന് വേണ്ടിയാകണം. അഥവാ ക്രിസ്തു എൻ്റെ അരികെ ഉണ്ടെങ്കിൽ നീ ഉപവസിക്കേണ്ട. ക്രിസ്തുനാഥൻ അരികെ ആകുവാൻ വേണ്ടി നീ ഉപവസിക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ ഉപവാസത്തിൻ്റെ പൂർണ്ണത ക്രിസ്തുവുമായുള്ള പ്രേമബന്ധത്തിൻ്റെ പൂർണ്ണതയാണ്. ഏവർക്കും ഈ സ്നേഹാനുഭവം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. സാന്ത്വനത്തിൻ താരാട്ടു കേട്ടുറങ്ങാ ഒരു കുഞ്ഞു പൈതലായിന്നും മൃദുവാം നിൻ കരങ്ങളിൽ നാഥാ. ഒരു കുഞ്ഞു പൈതലായിന്നും മൃദുവാം നിൻ കരങ്ങളിൽ നാഥാ. തൂമഞ്ഞു പോൽ പെയ്തിറങ്ങി നിൻ സ്നേഹം. ഈശോ ഈശോ നിൻ ദിവ്യ സ്നേഹം.
ഈശോ നിൻ ദിവ്യസ്നേഹം ഈശോ ഈശോ നിൻ ദിവ്യസ്നേഹം പാതയിൽ ദീപമായി കൂടെ വരാനിന്നും ഒന്നായി നടക്കാൻ കരം പിടിച്ചു പാതയിൽ ദീപമായി കൂടെ വരാനിന്നും ഒന്നായി നടക്കാൻ കരം പിടിച്ചു ദൂരങ്ങളേറുമ്പോൾ കാലിടറിയിടുമ്പോൾ ചുമലിൽ വഹിക്കുന്നു ഇടയനെ പോൽ തൂമഞ്ഞു പോൽ പെയ്തിറങ്ങി നിൻ സ്നേഹം സാന്ത്വനത്തിൻ താരാട്ടു കേട്ടുറങ്ങാൻ ഒരു കുഞ്ഞു പൈതലായിന്നും മൃദുവാം നിൻ കരങ്ങളിൽ നാഥാ ഒരു കുഞ്ഞു പൈതലായിന്നും മൃദുവാം നിൻ കരങ്ങളിൽ നാഥാ തൂമഞ്ഞു പോൽ പെയ്തിറങ്ങി നിൻ സ്നേഹം ഈശോ ഈശോ നിൻ ദിവ്യസ്നേഹം ഈശോ ഈശോ